അസ്സലാമു അലൈക്കും. ദിയൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു ചക്കപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ചക്കക്കാലമൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ചക്കയൊക്കെ ഉണ്ടാവും. ഇനി കിട്ടാത്തവർ അടുത്തുള്ളവർ തരി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാവും കേട്ടോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ വരൂ, നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ചക്ക ഇവിടെ നന്നായിട്ട് കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ വേഗം ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കാം കേട്ടോ. എത്ര മധുരം വേണ്ടത് അതിനനുസരിച്ച് ശർക്കര എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് തേങ്ങയാണ് കേട്ടോ വേണ്ടത്. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 1-ാം പാല് 2-ാം പാലാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 പാലും സെപ്പറേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ ചക്കൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഓയിലോ ഒന്നും ചേർത്ത് കൊടുക്കരുത്, നെയ്യിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് കിസ്മിസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാഷ്നട്ടും കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. ഇനി അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഈ ചക്കയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം നന്നായിട്ട് ഫ്ലെയിം ലോ ആക്കി വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരപ്പാനിയും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരുപാട് നേരം ഒന്നും ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് നേരം ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ അതാ ശർക്കരപ്പാനിയും ചക്കയൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. 2-ാം പാലാണ് കേട്ടോ ഈ സമയം ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങാപ്പാലും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സായി കിട്ടണം കേട്ടോ. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ സ്പൂണിൽ 1 സ്പൂൺ ഏലക്കാപ്പൊടിയാണ് കേട്ടോ. ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1-ാം പാലാണ്. 1-ാം പാല് ചേർത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നേരത്തെ നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും കിസ്മിസും കൂടിയിട്ട് ഇതിലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്ക കിട്ടുമ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.